സണ്ണി സീഡ്സ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ LDC 2024 നമ്മളെല്ലാവരും നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങി കാണും, കുറേ അധികം പേര് പഠിച്ചു തുടങ്ങി കാണും, ഓൾറെഡി പഠിച്ച് സെറ്റായിട്ടുള്ളവർ കാണും. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. ബിഗിനേഴ്സിന് തുടങ്ങാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം എന്നൊക്കെ ഒരു ഐഡിയയും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. എക്സാമിൻ്റെ പ്രിപ്പറേഷനും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് വേണ്ടത് സിലബസാണ്. അപ്പോൾ നേരെ പോവുക, സിലബസിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കുക. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം മെയിൻസിൻ്റെ സിലബസ് ആയിരിക്കാനാണ് സാധ്യത. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ വെരി സൂൺ നമുക്കറിയാൻ പറ്റും. അപ്പോൾ സിലബസ് പ്രിൻ്റ് ഔട്ട് മസ്റ്റായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികളുടെ കയ്യിലും ആവശ്യമാണ്. അപ്പോൾ ആദ്യം സിലബസ് പ്രിൻ്റ് എടുക്കുക. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, മാറിയ പാറ്റേൺ 2021 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അതിൻ്റെ കമ്പൈലർ മേടിക്കാൻ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മേടിച്ച് വയ്ക്കാം. പ്രീവിയസ് ഒരു 10 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് നല്ലതാണ്, റെഫറൻസിന് വേണ്ടി നമുക്ക് എടുക്കാം. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ പ്രസ്താവന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്ന് തുടങ്ങിയ സമയത്തെ മുതലുള്ളത് മസ്റ്റായിട്ടും ഉണ്ടാവണം. ഇനി ഈ സിലബസും ഇപ്പോൾ രണ്ട് കാര്യങ്ങളായി. ഒന്ന്, നമ്മുടെ കയ്യിൽ സിലബസ് ആയി, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഏരിയാസ് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ആയി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയി. അപ്പോൾ ഈ സിലബസിൽ നിന്ന്, സിലബസ് വളരെ വാസ്റ്റാണ്. ഈ 6 മാസത്തിനിടയിൽ പഠിക്കുക എന്നുള്ളതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എല്ലാം തീർത്ത് എല്ലാം റിവൈസ് ചെയ്ത് പോകുക എന്നുള്ളത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. അത്രയും വാസ്റ്റാണ് സിലബസ്. നമുക്ക് ഈ ഷോർട്ട് പീരീഡിൽ തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് സിലബസ് കിട്ടി, സെക്കൻഡ് നമുക്ക് പ്രീവിയസ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം. ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്നും അറിയത്തില്ലായിരിക്കും, പക്ഷേ എന്നാലും ആൻസർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ വായിച്ചു പോവുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, കുറേ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ മനസ്സിലാവും കുറേ ഏരിയാസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതാണ് ഷുവർ ഷോട്ട് ഏരിയാസ്. അപ്പോൾ നമ്മുടെ ഒരു അനാലിസിസിൽ നിന്ന് നമ്മൾ ആ ഷുവർ ഷോട്ട് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്കൊരു ഐഡിയ ആയി, സിലബസ് കിട്ടി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അതെല്ലാം പരിചയപ്പെട്ടു. അപ്പോൾ നമുക്കൊരു ഫെയർ ഐഡിയ ആയി എന്തൊക്കെയാണ് ചോദിക്കുന്നത്, PSC ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഓരോ ഏരിയാസിൽ നിന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ലെവൽ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് എല്ലാം നമുക്കൊരു ഡീസൻറ്റ് ഐഡിയ കിട്ടി. ഇനി നമ്മൾ ഷുവർ ഷോട്ട് ഏരിയാസും കൂടെ കണ്ടുപിടിച്ചു. ഇത്രയായപ്പോഴത്തേക്കും കുറേയേറെ നമ്മൾ പ്രോഗ്രസ് ചെയ്യും നമ്മുടെ എക്സാം പ്രിപ്പറേഷനിൽ. ഇനി ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. അത് സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗൈഡൻസ് നിങ്ങൾക്ക് പല ചാനൽസിലും കിട്ടും. എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, അവരവരുടെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് നല്ലത്. കാരണം നമുക്ക് ചില വീക്ക് സബ്ജക്ട്സ്, നമ്മുടെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മുടെ ഫാമിലി സിറ്റുവേഷനും നമ്മുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും എല്ലാം വെച്ചിട്ട് നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം, നമുക്ക് ഏറ്റവും വലിയ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ടൈമാണ്. 6 months ടൈമേ ഉള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ. അതെല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ, ഈ കോർ ഏരിയാസ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ഷുവർ ഷോട്ട് ഏരിയാസ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, അത് ആദ്യം തീർത്തിട്ട് ബാക്കി സിലബസ് തീർക്കുന്ന പോലത്തെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ നമുക്ക് സിലബസായി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസായി, ഷുവർ ഷോട്ട് ഏരിയാസായി, നമുക്കൊരു സ്റ്റഡി പ്ലാനുമായി. ഇനി എന്താ, ഇതൊക്കെ പഠിച്ചു തുടങ്ങണമെങ്കിൽ നമുക്കിതിൻ്റെ സോഴ്സസ് വേണം. എന്തൊക്കെയാണ് സോഴ്സസ്? ഓൾറെഡി നമ്മൾ ഈ പ്രോസസ്സിൽ 2 സോഴ്സ് നമുക്ക് ഓൾറെഡി കിട്ടി, സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കിട്ടി. ഇനി വേണ്ട സോഴ്സ് എന്ന് പറയുന്നത് SCERT ടെക്സ്റ്റ് മെറ്റീരിയൽസ്. SCERT ഇപ്പോൾ NCERT പറയുന്നെങ്കിൽ SCERT ടെക്സ്റ്റ് വേണം. ഇനി എന്താ വേണ്ടത്? ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒരു റാങ്ക് ഫയൽ. അതിനുശേഷം ഏതൊക്കെ ഓൺലൈൻ സോഴ്സസ് ആണ് നിങ്ങൾക്ക് പറ്റുന്നത്? ഇപ്പോൾ ഒരുപാട് നോട്ട്സ് ഓൺലൈനിൽ കിട്ടും, ഒരുപാട് ക്ലാസ്സസ് ഓൺലൈനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സോഴ്സാണ് ഇഷ്ടം, ഏതെങ്കിലും യൂട്യൂബ് ചാനലാണ് ഇഷ്ടം, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. എന്തൊക്കെ റിസോഴ്സസ് ആണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ആ സോഴ്സസൊക്കെ കളക്ട് ചെയ്യുക. അതിന് ശേഷം സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ഡെയിലി ഇത്ര പോർഷൻസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടല്ലോ, ആ ബ്ലൂ പ്രിൻറ്റിനെ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി വൈസായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പഠിക്കാനുള്ള സമയം, പോർഷൻസ്,
അതുപോലെ തന്നെ റിവിഷൻ, ഇത്രയും സമയം കൃത്യമായി കൊടുത്തുകൊണ്ട് അലോട്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും, ടൈം ടേബിൾ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലിൽ കൂടെ കിട്ടും, അല്ലെങ്കിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾ ലൈവായിട്ട് നിൽക്കും. നിങ്ങളിപ്പോൾ ഓൺലൈൻ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാത്ത ആളാണെങ്കിൽ മറ്റ് ഉദ്യോഗാർത്ഥികളുമായിട്ടുള്ള ബന്ധം വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെയുണ്ട് നടക്കുന്നത്, പുതിയ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ കറണ്ട് അഫേഴ്സിനായിട്ടുള്ള സോഴ്സും ഒക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കണം. ഇനി ലാസ്റ്റ് ഒരു കാര്യം ചെയ്യേണ്ടത്, സേ നോ ടു സോഷ്യൽ മീഡിയ. നമ്മൾ ഈ 6 months പഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ LDC 2024 പേര് തന്നെ പ്രോജക്റ്റ് തപസ്യ എന്നാണ്. കാരണം പഠനം ഒരു തപസ്യയാണ്. നിങ്ങളിത് തപസ് പോലെ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും കൂടി പഠിക്കുകയാണെങ്കിൽ ഈ 6 months നിങ്ങൾ വെറുതെ കളഞ്ഞു എന്ന് എഴുതി തീരുമാനിച്ചോ, അത് പോയി എന്ന് നിങ്ങൾ വിചാരിച്ചോ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് നോ പറയുക. നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം ഫോൺ ഉപയോഗിക്കുക. ഫോൺ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമുള്ളൊരു ഗാഡ്ജറ്റായിട്ട് നിങ്ങൾ ഈ 6 മാസം ഇതിനെ ഫോണിനെയും ലാപ്ടോപ്പിനെയും ഒക്കെ കാണുക. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു റീൽ കണ്ട് 2 റീൽ കണ്ട് നമുക്ക് സമയം പോകുന്നത് അറിയത്തേ ഇല്ല. അതൊരു ചെറിയ സമയത്തേക്ക് നമുക്ക് റിലാക്സേഷൻ തരുന്ന സാധനമാണ്. നമ്മളിതെല്ലാം മറന്ന് അതിനകത്തങ്ങ് മുഴുകിയിരുന്നു പോകും. അതുകൊണ്ട് നമ്മൾ വീഡിയോസ് കാണുന്നത്, ഫോൺ ഉപയോഗിക്കുന്നത് സ്ട്രിക്ട്ലി നമ്മൾ ഈ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. PSCയുടെ നോട്ട്സ് നോക്കുക, ക്ലാസ്സസ്, ഇഷ്ടമുള്ള ക്ലാസ്സസ് നോക്കുക, PSC ടോപ്പേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്ന അവരുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ കേൾക്കുക. അപ്പോൾ അവരുടെ പ്ലാനൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഒരു ഐഡിയ കിട്ടും, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ കിട്ടും. ഐഡിയ മാത്രം അവരിൽ നിന്ന് എടുക്കുക, എന്നിട്ട് നമ്മുടേതായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാ സബ്ജക്ട്സിനും എല്ലാവരും പറയുന്നത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവണം എന്നില്ല. ചിലർക്ക്, ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് മാത്സ് പഠിക്കേണ്ട ആവശ്യമേ കാണത്തില്ല. ചിലർക്ക് ഇംഗ്ലീഷ് അവരുടെ സ്ട്രോങ് സബ്ജക്റ്റ് ആയിരിക്കും, അവർക്ക് ഇംഗ്ലീഷ് വേണ്ടായിരിക്കും. അവർ ഇംഗ്ലീഷും മാത്സ് അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും ബാക്കി സബ്ജക്ട്സ് ആയിരിക്കും പഠിക്കുക. ചിലർക്ക് GK വളരെ വീക്കായിരിക്കും, ചിലർക്ക് കറണ്ട് അഫേഴ്സ് വളരെ വീക്കായിരിക്കും. അപ്പോൾ നമ്മുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ്, സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളുടെ പ്രൊഡക്റ്റീവ് അവേഴ്സ്, ഏർലി മോർണിംഗ് എഴുന്നേറ്റാലാണോ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നത്, അതോ ലേറ്റ് നൈറ്റ് ഇരുന്നാലാണോ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനും നമ്മുടേതായിട്ടുള്ളൊരു ടൈം ടേബിളും അത് അവരവരുടെ എഫേർട്ടിൽ ചെയ്തെടുക്കണം. അങ്ങനെ എഫേർട്ടിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ടൈം ടേബിളിനോട് ഓട്ടോമാറ്റിക്കലി ഒരു കമ്മിറ്റ്മെൻറ്റ് വരും. കാരണം എന്താ, നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ്, വേറൊരാൾ തന്നതല്ല. വേറൊരാൾ തന്നിട്ട് ഇത് ഫോളോ ചെയ്തോ എന്ന് പറഞ്ഞതല്ല. നമ്മൾ നമ്മുടെ ടൈമും എഫേർട്ടും ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ റിസോഴ്സസ് ഒക്കെ വെച്ച് നമ്മളുണ്ടാക്കിയ സ്റ്റഡി പ്ലാനും ടൈം ടേബിളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങും. അതുപോലെ പഠിക്കാൻ തുടങ്ങുമ്പം നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ഭയങ്കര ടയറിങ് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ അങ്ങ് എഴുതി ഉണ്ടാക്കില്ല. ആദ്യത്തെ ദിവസം തന്നെ 12 മണിക്കൂർ പഠിക്കുക, 13 മണിക്കൂർ പഠിക്കുക, അങ്ങനെയൊന്നും വേണ്ട. ആദ്യം കുറച്ച് അവേഴ്സ് നമ്മൾക്ക് ഈ പഠിത്തം ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ പതുക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിൻ്റെ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് തുടങ്ങും. ആദ്യം 2 മണിക്കൂർ പഠിക്കുന്ന ആൾ 2 മണിക്കൂർ പഠിക്കുന്ന ആ പ്രോസസ്സ് ഇഷ്ടപ്പെട്ടു, പഠനത്തിനോട് താല്പര്യം വന്നു. അപ്പോൾ നമ്മൾ എക്സ്ട്രാ റീഡ് ചെയ്യണം തോന്നും, കുറച്ചുകൂടി പോർഷൻസ് കവർ ചെയ്യണം തോന്നും, നമ്മൾ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അടുത്ത ദിവസം അത് 3 മണിക്കൂറാവും. 3 മണിക്കൂർ പഠിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ അത് 4 ആവും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ടൈം കൂടുതൽ പഠനത്തിൽ ഡിവോട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴേ നമുക്കത് പ്രൊഡക്റ്റീവാക്കി എടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ സഫർ ചെയ്ത് 8 മണിക്കൂർ പഠിക്കണം, നമ്മൾ സഫർ ചെയ്ത് അതിൻ്റെ മുന്നിൽ കുത്തിയിരിക്കുകയാണെങ്കിൽ അത് പ്രൊഡക്റ്റീവാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം ഈ പ്രോസസ്സ് പഠിക്കാമെന്നുള്ളൊരു പ്രക്രിയയിലോട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടം വരണം, നമ്മുടെ മനസ്സ് അതിനകത്ത് നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ കുഞ്ഞു കാര്യങ്ങളായിട്ട് പഠിച്ചു തുടങ്ങി നമ്മുടെ കോൺഫിഡൻസ് കൂടുവാൻ നേരം പതുക്കെ നമുക്കായി ബുക്കുകളുമായിട്ടൊക്കെ പരിചയമാകും. SCERT ബുക്ക് പരിചയമാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയമാകും, സിലബസുമായിട്ട് നല്ല ടച്ചാവും. അങ്ങനെ നമുക്കിതിനോട് വളരെ ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ ആ ഗ്രൂവിൽ വീഴും. പിന്നെ നമ്മൾ ഓടിക്കോളും. പിന്നെ 5 ദിവസം 6 ദിവസം കൃത്യമായിട്ട് പഠിച്ചിട്ട് ഒരു ദിവസം ലാസ്റ്റ് ഡേ നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതാനും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും ആ ഒരാഴ്ചത്തെ പഠനത്തിൻ്റെ ഒരു ടെസ്റ്റ് നടത്തുക. നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, എത്ര മാത്രം നമുക്ക് ഓർമ്മയിലുണ്ട്, കൃത്യമായിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്നൊക്കെ നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ പഠിത്തത്തിൽ നമ്മൾ ലാസ്റ്റിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് നമ്മൾ വളരെയായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഹെൽത്തൊക്കെ നോക്കാതെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെയൊക്കെ കുത്തിയിരുന്ന് പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതിന് റിസൾട്ട് കുറവായിരിക്കും.
നമ്മുടെ ഹെൽത്ത് കറക്റ്റായിട്ട് നോക്കുക, നമ്മുടെ ഫുഡ് കറക്റ്റായിരിക്കുക, എക്സസൈസ് ചെയ്യുക, നല്ലോണം പ്രാർത്ഥിക്കുക. നമ്മുടെ ഫ്രീ ടൈം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. നമ്മൾ വിചാരിക്കുകയാണ് ഫ്രീ ടൈം ഉണ്ടല്ലോ അപ്പോൾ സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് നിർത്തുന്ന ആളാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ 1-2 പാട്ടൊക്കെ കേട്ടിട്ട് നിർത്തുന്ന ആളാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇതൊരു ഫ്രീ ടൈം നമ്മളിങ്ങനെ ഫ്രീ ടൈം എൻജോയ് ചെയ്ത് നമ്മുടെ മുഴുവൻ സമയവും ഈ ഫ്രീ ടൈം കൊണ്ടുപോകുന്ന പോലത്തെ ഒരു രീതിയിലേക്കാണെങ്കിൽ നമ്മൾ ആദ്യമേ അത് നമ്മൾ തീരുമാനിക്കണം. എനിക്ക് പ്രശ്നമുള്ള കാര്യങ്ങളുണ്ട്. ഒരു സിനിമ കണ്ടാൽ ഞാൻ ചെയിനായിട്ട് 2-3 സിനിമ കാണണം എന്നുള്ളത് എനിക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകും. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് കറങ്ങാൻ പോവുക. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആദ്യമേ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. എനിക്ക് ഫ്രണ്ട്സ് വീക്ക്നെസ് ആണ്, അപ്പോൾ ഈ 6 മാസത്തേക്ക് ഞാൻ ഔട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്നും കൺട്രോളിലാക്കിയേ പറ്റത്തുള്ളൂ എന്ന് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ ഫ്രീ ടൈം എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതും നമ്മുടെ ഒരു പ്ലാനിൻ്റെ അകത്ത് വരണം. അതുപോലെ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഇതൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് നമ്മുടെ ബ്രെയിൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മുടെ ബോഡി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എവിടെ പോയി പെർഫോം ചെയ്യാം. നമ്മുടെ എക്സാം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ദർ ഇസ് നോ പോയിൻറ്റ്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരുപാട് റാങ്ക് ഫയലൊക്കെ കാണും. ഏത് റാങ്ക് ഫയലാണ് നല്ലത്, അങ്ങനെ ഒരു സജഷൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ നിങ്ങൾ ആദ്യമേ തന്നെ റാങ്ക് ഫയലിൽ നിന്ന് പേജ് 1 തൊട്ടിരുന്ന് പഠിക്കാനായിട്ട് നോക്കരുത്. കാരണം എല്ലാ റാങ്ക് ഫയലും 3, 4, 5 വോളിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് മൊത്തം കൂടി കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നും. ഇതെല്ലാം എപ്പോൾ തീർക്കാനാണെന്ന് നമുക്ക് ടെൻഷനാവും. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രോസസ്സ്, സിലബസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഷുവർ ഷോർട്ട് ഏരിയ, പിന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക. എന്നിട്ട് പിന്നെ ഓരോരോ ടോപ്പിക്കായിട്ട് സിലബസിലെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സായിട്ട് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം ഈ ഷുവർ ഷോർട്ട് ഏരിയസും നമ്മുടെ അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും പഠിച്ചാൽ തന്നെ നിങ്ങളെ എക്സാം പ്രിപ്പറേഷനിൽ മച്ച് ഹെഡ് ആവും. അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും കൂടി എഴുതണം. അപ്പോൾ നിങ്ങൾക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കൺസിസ്റ്റൻസിയോടുകൂടി ഇങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ഒരു വിശ്വാസം എന്തായാലും വേണം. ഓക്കെ. പിന്നെ PSC ബുള്ളറ്റിനുണ്ട്. കറണ്ട് അഫേഴ്സിനായിട്ട് നിങ്ങൾ നല്ല ഏതാന്ന് വെച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രത്യേകിച്ച് സജഷനൊന്നും ഇപ്പം പറയുന്നില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളോടും ഒരുമിച്ച് പഠിക്കരുത്. ഇപ്പോൾ ഇയേഴ്സൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾ പഠിക്കാനുണ്ടാവും, ഒരുപാട് പേരുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ദിവസം വർഷങ്ങൾക്കായിട്ട് അങ്ങനെ പഠിക്കരുത്. കുറച്ച് പഠിക്കുക, ഇൻട്രസ്റ്റിംഗ് ആക്കുക. നിങ്ങളുടെ പഠിക്കുന്ന പ്രോസസ്സ് ഇൻട്രസ്റ്റിംഗ് ആക്കുക. കുറച്ച് വർഷങ്ങൾ ഒരു ദിവസം പഠിച്ചു, അത് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കി വെച്ചുകൊണ്ടിരിക്കുക, റിവൈസ് ചെയ്യുക, മനസ്സിലൊക്കെ റിവൈസ് ചെയ്യുക. സ്റ്റിക്കി നോട്ട്സിലൊക്കെ എഴുതി നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഒട്ടിക്കാം. അപ്പോൾ കാണുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് അത് ഓർമ്മ കിട്ടും, റിവിഷനാകും. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പഠിത്തം നോക്കുക. അപ്പോൾ ചില ആൾക്കാർക്ക് വായിച്ച് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. ചില ആൾക്കാർ നോട്ട്സ് എഴുതാറേ ഇല്ല, യൂട്യൂബ് വീഡിയോസ് മാത്രം കേട്ട് ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാണ് ഇഷ്ടം. ചിലർക്ക് എഴുതി തന്നെ പഠിച്ചാലേ പറ്റൂ, ചിലർക്ക് ഉറക്ക വായിച്ച് പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ മെത്തേഡ് ഏതാണ് ആ മെത്തേഡ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ നിങ്ങളത് ഫോളോ ചെയ്യാം. അതുപോലെ ഈ പഠിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ റാങ്ക് ഫയലൊക്കെ കാണും. റാങ്ക് ഫയലിലൊക്കെ നോക്കിയാൽ എല്ലാ ഫാക്റ്റും അതിൻ്റെ ഓർഡറിലൊക്കെ കിട്ടും. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാനായിട്ട് ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സെൽഫായിട്ട് ഉണ്ടാക്കിയ നോട്ട്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുക. നിങ്ങൾ കുറച്ച് പേപ്പേഴ്സ് ക്ലിപ്പ് ചെയ്ത് ഓരോ സബ്ജക്റ്റിനും കുറച്ച് പേപ്പേഴ്സ് ക്ലിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഓരോ പേപ്പറിനും ഫ്രണ്ട് ഷീറ്റ് എടുത്ത് ഫ്രണ്ട് ഷീറ്റിൽ ഹെഡിങ് എഴുതി ഏത് സബ്ജക്റ്റാണ്, അതിനകത്ത് ഒരു ഇൻഡെക്സും ഒക്കെ വരച്ച് എത്രാമത്തെ പേജിൽ എത്രാമത്തെ എഴുതുന്നു എന്നുള്ളത് പിന്നീട് ഫില്ല് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ ആകുമ്പോൾ ഇടയ്ക്ക് എക്സ്ട്രാ പേപ്പേഴ്സ് വേണമെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കിനും എക്സ്ട്രാ വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ, ക്ലിപ്പ് ചെയ്തൊക്കെ വയ്ക്കാം. ബുക്കാണെങ്കിൽ അത് പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് പേപ്പേഴ്സ് വയ്ക്കാൻ പറയുന്നത്. അങ്ങനെ പേപ്പേഴ്സിൻ്റെ അകത്ത് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുക. നിങ്ങളുടെ നോട്ട്സാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നോട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അപ്പോൾ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാം ഹോളിൽ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം നോട്ട്സ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് സ്റ്റഡി ടൈം മാനേജ് ചെയ്യുക, നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും ഓർഗനൈസ്ഡ് ആയിരിക്കണം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും റിസോഴ്സസും ഒക്കെ വെക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചിതറിയൊന്നും ഇടാൻ പാടില്ല. പഠിക്കാനിരിക്കുന്ന സ്ഥലം വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെയാണ് വേണ്ടത്? സിലബസ് വേണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണം, ഒരു റാങ്ക് ഫയൽ കിട്ടുമെങ്കിൽ അത് ഓക്കെ. പിന്നെ ഷുവർ ഷോർട്ട് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് പഠിച്ച് തുടങ്ങുക.
ഭയങ്കര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങളെ തുടങ്ങാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ സക്സസ് അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഇതിനെക്കാട്ടിലും നല്ല ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോവാം. ബാക്കിയുള്ളവർക്കും കൂടി അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയാസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ പഠിക്കുന്ന രീതി എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നന്നായി പഠിക്കാൻ പറ്റട്ടെ. ബൈ.